നമ്മളിപ്പോൾ കാണുന്നത് ചാണകം മെഴുകിയിട്ടുള്ള ഒരു അടുപ്പ്. അതിൽ കുറേ ചട്ടികളുമുണ്ട്, കാര്യങ്ങളുണ്ട്. 10-60 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു മാങ്ങാണ്ടിയില്ലായിരുന്നു. അന്ന് ഗൾഫിലും ആരും പോയിട്ടില്ല, യൂറോപ്യൻ രാജ്യങ്ങളും ആരും പോയിട്ടില്ല, അമേരിക്കയിലും ആരും പോയിട്ടില്ല. ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളൊന്നുമില്ല. അന്ന് ഇന്ന് കാണുന്ന പോലത്തെ ഒന്നും കേരളത്തിലുണ്ടായിരുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഭൂരിപക്ഷം പേരും ഇപ്രകാരമുള്ള വീടുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് പലതും പയറ്റി അതിജീവിച്ചാണ് നമ്മൾ പലതും വെട്ടിപ്പിടിച്ചെടുത്തത്. ഗൾഫിൽ പോയതും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയതും അമേരിക്കയിൽ പോയതും അവിടുന്ന് കിട്ടിയ ധനം കേരളത്തിലേക്ക് ഒഴുക്കിയതും കേരളം പച്ചപിടിച്ചതും വീടുകളൊക്കെ പണിഞ്ഞതും പുതിയ കാറുകൾ വാങ്ങിച്ചതും മക്കളെ കെട്ടിച്ചയച്ചതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സാമ്പത്തിക കെട്ടുറപ്പില്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം. ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല 60 വർഷം മുമ്പ്. അപ്പോൾ ആ സാമ്പത്തിക കെട്ടുറപ്പ് ഉണ്ടാവാൻ കാരണം ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല. മലയാളികൾ കഷ്ടപ്പാടിൻ്റെ കയ്പുനീര് കുടിച്ച് കഠിനമായി അധ്വാനിച്ച് വിദേശത്തൊക്കെ പോയി കേരളത്തിൻ്റെ വെളിയിൽ പോയി അധ്വാനിച്ച് സമ്പാദിച്ച് അവർ കൊണ്ടുവന്നിട്ടുള്ള ധനമാണ്. ഇത് വളരെ കുറച്ച് പേര് മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും അപ്രകാരം തന്നെയാണ്. 35 ലക്ഷം പേർ കേരളം വിട്ടുപോയി 12 ലക്ഷം വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴും 10-ൽ 8 പേര് കേരളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ ഡിഗ്രിയുള്ള എല്ലാ ചെറുപ്പക്കാരും കേരളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. വിദേശത്ത് തന്നെ പോയി പഠിച്ച് അവിടെ തന്നെ ജോലി കരസ്ഥമാക്കാനാണ് ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പണം വരുന്നത് എവിടെ നിന്നാണ്? കേരളത്തിലുള്ള പണം അധികം വരുന്നതും വിദേശത്തു നിന്നാണ്. ഗൾഫിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ധനമാണ് എല്ലാ വർഷവും കേരളത്തിലേക്ക് ഒഴുകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒരുപാട് പൈസ ഇങ്ങോട്ട് ഒഴുക്കാൻ സാധ്യത കുറവാണ്. കാരണം ഒരു നിശ്ചിത തുക വെള്ളക്കാരുടെ രാജ്യത്ത് ചിലവഴിക്കണം. എന്നാൽ തന്നെയും ഒരു തുക അവിടെ നിന്ന് അയക്കാനായിട്ട് പറ്റും. ചെറിയൊരു തുകയൊക്കെ അയക്കാൻ പറ്റും. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ അയച്ചു കഴിയുമ്പോൾ ഒരു തുക വരുമല്ലോ. അപ്പോൾ കേരളത്തിലെ ധനം മുഴുവനും വിദേശത്തു നിന്നാണ് വരുന്നത്. മലയാളികൾ സാമ്പത്തിക കെട്ടുറപ്പുള്ള വ്യക്തികളായി മാറാൻ കാരണം വൈദേശിക യാത്രകളാണ്.